മാവോയിസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുത്. കീഴടങ്ങുന്നവർക്ക് നിയമമനുസരിച്ച് ഇളവ് ലഭിക്കും. അടുത്ത മാർച്ചോടെ രാജ്യത്ത് നിന്ന് ഈ ചുവപ്പ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ ദന്തേവാഡയിൽ പറഞ്ഞു. അതേസമയം 3 മാസത്തിനിടെ 521 ഭീകരരാണ് കീഴടങ്ങിയത്. गोलियां चलती थी, बम धमाके होते थे। मैं आज भी सभी जिनके हाथ में हथियार है वो और हथियार नहीं है वो सभी नक्सली भाइयों को विनती करने आया हूं, आप हथियार डाल दीजिए, मेन स्ट्रीम में आइए, आप हमारे अपने हैं। कोई भी नक्सली मारा जाता है, किसी को आनंद नहीं होता है, मगर इस क्षेत्र को विकास चाहिए। हमारे देश के प्रधानमंत्री जो 50 साल से विकास नहीं हुआ, नरेंद्र मोदी जी ये 5 साल में बस्तर को सब कुछ देना चाहते हैं, सब कुछ देना चाहते हैं। और विष्णुदेव जी और विजय जी ने घोषणा करी है, जो गांव हर नक्सली को सरेंडर कराएगा वो गांव को नक्सल मुक्त घोषित कर 1 करोड़ रुपया की विकास राशि हम देंगे। एक गांव में 1 करोड़ रुपया। വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, മാവോയിസ്റ്റുകളുടെ മടയിൽ ചെന്ന് നിന്നുകൊണ്ടാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങിയാൽ ഇളവ് നൽകാം, അതുപോലെ അടുത്ത മാർച്ചോടുകൂടി ചുവപ്പ് ഭീകരത ഈ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്തിരിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉറച്ച വാക്കുകൾ വരികയാണ്. വിവരങ്ങൾ നിലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ മാവോയിസ്റ്റ് കോട്ടയിൽ ചെന്ന് നിന്നുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. അത് വെറും വാക്കല്ല എന്ന് മുൻപ് തെളിയിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കാശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വിഘടനവാദ ശക്തികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. അപ്പോഴും അമിത്ഷാ ചൂണ്ടിയിട്ടുള്ളത് സമാധാനത്തിന് മുൻപോട്ട് വരുന്നവർക്ക് കൃത്യമായ സംരക്ഷണം നൽകുമെന്ന വാക്ക് അമിത്ഷാ നൽകിയിരുന്നു. അത് പാലിക്കുന്നതും വിഘടനവാദികൾക്കെതിരെ ആയുധമെടുക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതും നമ്മൾ ജമ്മു കാശ്മീർ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതുമാണ്. ഇന്ന് ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിൽ സംസാരിക്കവെയാണ് മാവോയിസ്റ്റുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് അമിത്ഷാ നൽകിയിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമാക്കിയത്, ഒരു മാവോയിസ്റ്റുകളും കൊല്ലപ്പെടുമ്പോൾ ആരും ആനന്ദിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആരും അത്തരത്തിൽ സന്തോഷത്തിലല്ല ആളുകളുടെ ജീവൻ എടുക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുകയാണ്, മാവോയിസ്റ്റ് ഭീകരരോട് അവർ ആയുധം വെച്ച് കീഴടങ്ങി മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് വരാൻ തയ്യാറാകണം. അത്തരത്തിൽ ആയുധം ഉപേക്ഷിച്ച് വരുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായ ഇളവ് നൽകും. ഒപ്പം മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഗ്രാമങ്ങൾക്ക് പ്രത്യേക പാക്കേജായി 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ, വികസന പാക്കേജായി 1 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കും എന്ന പ്രതികരണവും എന്ന പ്രഖ്യാപനവുമാണ് അമിത്ഷാ ദന്തേവാഡയിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത്, വെടിയൊച്ചകളും ബോംബുകളും ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്ന കാലം കഴിഞ്ഞു. ഇനി വികസനത്തിന്റെ പാതയിൽ ആരും ആയുധവുമായി തടസ്സം നിൽക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒന്നുകിൽ കീഴടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുൻപോട്ട് പോവുക, അതല്ലെങ്കിൽ കടുത്ത നടപടി, ആയുധം മുൻപോട്ടെടുക്കുന്നവർ, ആയുധമെടുത്ത് ജനങ്ങളുടെ സമാധാനം കഴിയുന്നവർ കടുത്ത നടപടിക്ക് വിധേയമാകുക എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് അമിത്ഷാ നടത്തിയിട്ടുള്ളത്. ഒപ്പം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ അവലോകനം കൂടി അമിത്ഷാ നടത്തുകയുണ്ടായി. സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം 521 ഭീകരരാണ് ഛത്തീസ്ഗഡ് മേഖലയിൽ ഇത്തരത്തിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായിട്ടുള്ളത്. കൂടാതെ അതിശക്തമായ ഏറ്റുമുട്ടലുകൾ ദന്തേവാഡ മേഖലയിലും സുക്മയിലും ഉൾപ്പെടെ അതിശക്തമായ ഏറ്റുമുട്ടലിൽ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ CRPF-ഉം ഒപ്പം CRPF-ലെ കോബ്ര യൂണിറ്റും കൂടാതെ ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ മാസം മാർച്ച് 28-ന് സുക്മ ദന്തേവാഡ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരും, കൂടാതെ ബീജാപൂർ കാങ്കർ മേഖലയിൽ മാർച്ച് 19-നുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 22 കമ്മ്യൂണിസ്റ്റ്
മാവോയിസ്റ്റ് ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു. ഒന്നുകിൽ ഇത്തരത്തിൽ സൈന്യത്തിന്റെ കടുത്ത നടപടികൾക്ക്, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കടുത്ത നടപടികൾക്ക് വിധേയമാവുക, അതല്ലെങ്കിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് വരും, അവർക്ക് ജീവിക്കാനുള്ള അവസരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുക്കി കൊടുക്കും, അത്തരത്തിൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്ന ഗ്രാമങ്ങൾക്ക് പ്രത്യേക വികസന പദ്ധതി, 1 കോടി രൂപയുടെ വികസന പദ്ധതിയും പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവിധ മേഖലകൾ നേരത്തെ അതിശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യം പ്രഖ്യാപിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഛത്തീസ്ഗഡിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ജനാധിപത്യത്തിന്റെ വെളിച്ചം വീണ് തുടങ്ങിയിരിക്കുന്നു. വോട്ടെടുപ്പ് കൃത്യമായി നടക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ ഉയർന്നു പാറുന്നു. അത്തരത്തിൽ അഭിമാനകരമായ മാറ്റം ഛത്തീസ്ഗഡ് മേഖലയിൽ ഉണ്ടാവുകയാണ്. അതിനിടയിലാണ് മുൻപ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെ അമിത്ഷാ വ്യക്തമാക്കിയ കാര്യം. അത് ഇന്ന് അദ്ദേഹം പൊതുപരിപാടിയിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. അടുത്ത മാർച്ച് 31 അതായത് 2026 മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം അമിത്ഷാ ഇന്ന് ദന്തേവാഡയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നീലിമ, ദന്തേവാഡയിൽ നിന്നുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി വന്നു നിന്ന് തടസ്സം നിൽക്കരുത്. 2025 മാർച്ചോടുകൂടി ചുവപ്പ് ഭീകരത ഈ രാജ്യത്ത് നിന്നും അപ്രത്യക്ഷമാകും എന്ന കടുത്ത മുന്നറിയിപ്പ് മാവോയിസ്റ്റുകൾക്ക് നൽകുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.